ഇടത്തോട്ടാണോ വലത്തോട്ടാണോ? അതെ, ഇവിടെ രാധ എന്ന് പറഞ്ഞൊരു പെണ്ണിന് നീ എന്താ ഇവിടെ കിടന്ന് ചുറ്റി കളിക്കണത്? അത് പിന്നെ ഇവിടെ അടുത്തൊരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നില്ലേ, അതിപ്പോ കാണുന്നില്ല. പെട്രോൾ പമ്പോ? ഇവിടെ ബാബു, നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? അല്ല, ഇവിടെ ഓ ശരിയാ, നമ്മുടെ പള്ളിമുക്കിന്റെ അവിടുന്ന് രണ്ടാമത്തെ ലെഫ്റ്റ്, അവിടെ ആ പമ്പ്. എന്റെ ഒരു മറവിയെ. എന്താ പെട്രോൾ തീരെയില്ലേ? ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ പമ്പ് തപ്പി നടക്കുവോ? അതിന് റിസർവ് ആയിട്ടില്ലല്ലോ? ആയിട്ടില്ലേ? ആവുമല്ലോ, ലോങ് ട്രിപ്പ് വല്ലതും പോയാല്. ഓ, ഒരു മുൻകരുതലല്ലേ? എന്നവാ നമുക്ക് പള്ളിമുക്കിലേക്ക് പോവാം. വേണ്ട, നീ പൊക്കോ, ഞാൻ പിന്നെ വരാം. അതെന്താ? അതെ, പിന്നെ ഇവിടെ അടുത്തൊരു ജോത്സ്യര് വന്നിട്ടുണ്ടെന്ന് കേട്ടു. ആള് ഭയങ്കര ജ്ഞാനിയാണെന്നാണ് അറിവ്. ഞാൻ അദ്ദേഹത്തെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. നീ പൊക്കോ. എടാ, അത്രയ്ക്ക് ദിവനാണെങ്കിൽ ഞാനും കൂടെ വരാം. എനിക്കൊന്ന് കാണണം. കുറെ നാളായിട്ട് ഞാനും ജോത്സ്യരെ കളവിടെ നടക്കാം. അല്ല, അത് ഈ ജ്ഞാനി എന്നൊക്കെ ആൾക്കാര് വെറുതെ പറയുന്നതായിരിക്കും. ഏതായാലും ഞാനൊന്ന് പോയി കാണും. ആൾ ഓക്കെ ആണെങ്കിൽ നാളെയോ മറ്റന്നാളോ നിനക്ക് പോയി കാണാം. എന്താ? എന്തിനാ വെറുതെ രണ്ടുപേരും കാശ് വേസ്റ്റ് ആക്കുന്നത്? ശരിയാ ആണല്ലോ, ശരിയാണല്ലോ. അപ്പൊ ശരി, ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തരാം. എന്താ പമ്പട്ടെ ഇവിടെ? ഞാൻ വീട്ടിലേക്ക് വരായിരുന്നു. ഇനിയിപ്പോ വേറൊരു സാധനം. എന്റെ ഈ യാത്ര കണ്ടിട്ടാ ഇത് പതിവുള്ളതാ. എന്നും പോസ്റ്റ് ഓഫീസ് വരെ അപ്പോയിന്റ്മെന്റ് ഓർഡർ വല്ലതും വന്നോന്ന് അന്വേഷിക്കും. ഇല്ലാന്ന് പോസ്റ്റ്മാൻ പറയും. വീട്ടിലേക്ക് മടങ്ങും. ഒരു ഡെയിലി എക്സസൈസ്. എന്നാൽ ഇന്ന് പോസ്റ്റ് ഓഫീസ് വരെ ഞാനും കൂടി വരും. വേണ്ട, വീട്ടിലേക്ക് വരാൻ വേണ്ടി പുറപ്പെട്ടതല്ലേ, ഇനി കയറിട്ട് പോയാൽ മതി. എന്നാ ശരി, അങ്ങനെ. അറിയാൻ വഴിയില്ല. ഇത് രാധ, ഇത് പപ്പൻ. അതല്ല, പിന്നെ നീ അങ്ങോട്ടാ? ഇവിടെ അടുത്ത് ഞാനായിട്ടുള്ളൊരു ജോത്സ്യം വന്നിട്ടുണ്ടെന്ന് കേട്ടു. നീ കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് വരുമ്പോഴേക്കും ഞാൻ ജോത്സ്യരെ കണ്ട് തിരിച്ചു വന്നേക്കാം. ബാക്കി ഞാൻ സ്റ്റാൻഡിൽ വെച്ചിട്ടുള്ളത്. ബാബു, പപ്പൻ വളരെ സ്നേഹമുള്ളനെ. എപ്പോഴും കൊച്ചു വർത്തമാനം കേട്ട് വിശ്വസിക്കണ്ട. ഇവനെ വീട്ടിൽ വിളിച്ചിട്ട് തണുത്ത ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കൊടുക്കും. നല്ല ദാഹം കാണും.